കലിയുഗം അല്ലേ? നമ്മുടെ ലോക സിനിമേനെ, നമ്മുടെ മലയാളം സിനിമ ഇല്ലാണ്ടാവാൻ പോകുന്നു. നമ്മുടെ പ്രേം നസീറും സത്യനും, നമ്മുടെ ഭരതനും പത്മരാജനും, നമ്മുടെ വയലാറും ദേവരാജൻ മാഷും, നമ്മുടെ ജോൺസൺ മാഷ്, കൈതപ്പുറം, ഗിരീഷ് പുത്തഞ്ചേരി, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ 1000 കണക്കിൽ പ്രതിഭകൾ ഉണ്ടായിട്ടുള്ള, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാള സിനിമ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയുടെ മഹത്വമൊക്കെ തീരാൻ പോവാണോ? നമ്മളൊക്കെ അടികൂടി ടിക്കറ്റ് എടുത്ത് ഓരോ ആക്ടേഴ്സിൻ്റെ ഓരോരുത്തരുടെ മൂവി ഇറങ്ങുന്നതിന് വെയിറ്റ് ചെയ്തിരുന്ന് കണ്ട് നമ്മൾ ആ ഒരു 1-2 മണിക്കൂർ നമ്മളെ മനസ്സിന് സമാധാനവും ദുഃഖവും നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നതും സന്തോഷിക്കുന്നതായിട്ടുള്ള ആ ഒരു നല്ല നിമിഷങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കൂടെ തീർന്നോ? 1, 2, 3 പേര് വന്നിട്ട്, പേരോ നാളോ കണ്ടിട്ട് പോലില്ലാത്ത മുഖങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നതോടുകൂടി തീരുന്നതാണോ നമ്മുടെ മലയാള സിനിമ? ഇന്ന് നമ്മുടെ കൊച്ചിയിലോട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി വൈബ്, കൊച്ചി ഇങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മൾ കൊച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഹരമാണ് നമ്മുടെ മലയാളികൾക്ക്. നമ്മുടെ കേരളത്തിലെ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് കോടമ്പൊക്കൊക്കെ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ സിനിമയിൽ ഒരു മുഖം കാണിക്കാൻ, ഒരു ജസ്റ്റ് ഞാൻ നടന്നു പോകുന്നൊരു സീനെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിൻ്റെ ഒരു തുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഡയറക്ടറുടെ അസിസ്റ്റൻ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിന്നാലും മതി. ഞാൻ വെള്ളം എടുത്ത് കൊണ്ടുവരുന്ന ആളാവാം, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം എന്നും പറഞ്ഞിട്ട് 100 കണക്കിൽ ആൺ പെൺ വ്യത്യാസമില്ലാത്ത ആൾക്കാരാണ് ഈ കൊച്ചിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. കൊച്ചി നമ്മൾ കാണുന്ന, രാത്രി കാണുന്ന തിളക്കവും പകല് കാണുന്ന ട്രാഫിക് ജാമും വലിയ വലിയ വണ്ടികളും ഹോട്ടലും ഒന്നുമല്ല കൊച്ചി. കൊച്ചിയിലെ തെരുവിൽ കഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വേണ്ടി പട്ടിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നിട്ട് അവരെവിടെയെങ്കിലും എത്തുന്നുണ്ടോ? ഒരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി, ആണോ പെണ്ണോ ആയിക്കോട്ടെ, എൻ്റെ ശരീരം വേണോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തുതരാം, എനിക്കൊരു ചാൻസ് തരുമോ, അഭിനയിക്കാനൊരു ചാൻസ് തരുമോ, പാടാനൊരു ചാൻസ് തരുമോ? ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന എത്ര പേരുണ്ട് കൊച്ചിയിൽ, നിങ്ങൾക്കറിയോ? എത്ര പേർക്ക് തരാം? നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും ഇന്നലെ വരെ, മെനഞ്ഞാന്ന് വരെ, ഇന്നും നമുക്കറിയാം മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സുവിശേഷ പോരല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? സിനിമ ഉണ്ടായ കാലം മുതൽ നമ്മൾ ഈ നായ്ക്ക് രാമായണം പച്ചക്ക് പറയാനിൽ കൂട്ടിക്കൊടുപ്പും കിടപ്പും എല്ലാം ഉള്ളത് തന്നെയാണ് സിനിമ. അങ്ങനെ തന്നെയാണ് സിനിമയിൽ സിനിമയുടെ അങ്ങ് മൂർധന്യാവസ്ഥയിലേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ ഒരു ഭാഗം ഒരിക്കലെങ്കിലും ആയിട്ട് തന്നെ എത്തിയത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നേരിട്ട് കിടന്ന ആൾക്കാരെ നമുക്കറിയാം. ആ ഒരു സെക്ഷൻ നമുക്ക് മാറ്റി നിർത്താം. അതല്ലാണ്ട് നമ്മളിപ്പോൾ കാണുന്ന തൂണും തുരുമ്പും ഉണ്ടല്ലോ, ഈ പറഞ്ഞ ആളുകൾ മൊത്തം സിനിമയിലോട്ട് എത്തിയത് ഈ പറഞ്ഞ എല്ലാ ഗോഷ്ഠികളും കാണിച്ചിട്ട് തന്നെ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരീരം കാണിച്ചിട്ടും പലതും കാണിച്ചും ചെയ്തും കൊടുത്തിട്ട് തന്നെ എത്തിയത്. നമ്മുടെ മലയാളം സിനിമയിലുണ്ടല്ലോ ഈ ഫെമിനിസവും യുവതാരങ്ങളുടെ താരപരിവേഷങ്ങളും ഹീറോയിസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു തുടങ്ങിയത്. അതൊരു റെവല്യൂഷണറി മൂവ്മെൻ്റാണ്, ആക്ടാണെന്നൊക്കെ നമ്മൾ ഘോരം നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഫെമിനിസത്തിലോട്ട് എത്ര പേര്, ഏതൊക്കെ താരങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ താരങ്ങളുടെ തുടക്കം എങ്ങനെയായിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ പറ്റി അറിയുന്നവർക്ക് അവരുടെ തുടങ്ങിയ സമയം മുതൽ അവർ ഈ ഒരു ലെവലിലോട്ട് എത്തിയത് എങ്ങനെയാണെന്നുള്ളത് പച്ചക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അതറിയാനും പറ്റും. പക്ഷെ നമ്മളും ഇപ്പം എന്താ നമ്മൾ പറയുന്നത്, ഗ്രേറ്റ്, ബോൾഡാണ്, ഒറ്റയ്ക്ക് നിന്നിട്ട് പൊരുതുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിലോട്ട് അവരെത്തിയത് അവർ നേരിട്ട് അങ്ങ് ഇറങ്ങുമ്പോഴേ അങ്ങോട്ടല്ലായിരുന്നു. ഈ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഒരുപാട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണ്ണീര് കുടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ പോലൊക്കെ തന്നെ കഷ്ടപ്പെട്ട് എന്തൊക്കെ കാഴ്ച വെച്ചിട്ടാണോ ഇവരൊക്കെ മേലോട്ട് എത്തിയത് നമുക്കറിയില്ല. ആരുടെയും പേരെനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറയുന്നുമില്ല, നിങ്ങൾക്ക് ഊഹിച്ചാൽ മതി. അപ്പം ഈ പറഞ്ഞ എല്ലാവരും ഇതുപോലെ തന്നെ പലതും കൊടുത്തും കൊണ്ടും ഒക്കെ തന്നെയാണ് ഇപ്പം ഈ സംസാരിച്ച ലെവലിലോട്ട് എത്തിയത്. അന്നൊന്നും അവരിപ്പം പറയുന്നുണ്ടല്ലോ, ഇപ്പം ആളുകളുടെ കഷ്ടപ്പാട്, അന്നൊന്നും അവർക്കും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. എന്താ, പ്രതികരിച്ച് കഴിഞ്ഞാൽ അവരിന്നിവിടെ ഈ നിലയിൽ എത്തൂല എന്നുള്ളത് അന്ന് അവർക്കറിയാം. പക്ഷെ ഇന്ന് അവരെത്തിക്കഴിഞ്ഞു, ഇനി അവർക്ക് എന്തും പറയണം, പറഞ്ഞ് കാര്യങ്ങൾ ഒന്ന് വെട്ടിപ്പാവട്ടെ. സത്യം വളരെ നല്ല കാര്യം തന്നെ. പക്ഷെ അങ്ങനെ അങ്ങ് വെട്ടിപ്പാക്കിക്കൊണ്ട്
കംപ്ലീറ്റ് ശുദ്ധികലശം നടത്തിയിട്ട് ചാണകം തെളിച്ചിട്ട് ഒരു പുതിയ മലയാളം ഇൻഡസ്ട്രി ഒന്നും വരാൻ പോകുന്നില്ല. നമ്മളെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഇത്രയും കാലത്തിലൂടെ വന്ന മലയാളം ഫിലിം കംപ്ലീറ്റ്ലി മാറി പുതിയൊരു മലയാളം ഇൻഡസ്ട്രി മോളിവുഡ് 2.0 എന്നും പറഞ്ഞ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേ അല്ല നമ്മൾ ആരും ഉള്ളത്. പഴയതിൻ്റെ ബാക്കി പത്രം തന്നെ ആയിരിക്കും. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കഷ്ടപ്പെട്ട് ചത്ത് കിടന്ന് അവിടെ ജീവിക്കുന്ന കുറേ ആൾക്കാരില്ല, ഞാൻ കൊച്ചി എന്ന് പറഞ്ഞ പോലെ, കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് അറിയുന്ന മറ്റുള്ള പണിക്ക് പോകണം. അവർ വേറെ രീതിയിലുള്ള ജീവിതം മാറ്റണം. ഇനി വരുന്ന ആളുകൾക്ക്, ഇതുപോലെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റണം. അപ്പം പ്രതികരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിനോ നമ്മുടെ ഭരണ സംവിധാനത്തിനോ നിയമ സംവിധാനത്തിനോ അന്ന് കേസെടുക്കാനും ചാർജ് ചെയ്യാനും പറ്റണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതല്ലാണ്ട് പണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മൊത്തം ഇൻഡസ്ട്രീനെ ലോകത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യയുടെ മുമ്പിൽ മൊത്തത്തിൽ താറുമാറാക്കി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഓരോരുത്തർക്കും ആയിരിക്കും. നമ്മളീ കാണുന്ന ഈ താരങ്ങളിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന താരനിശ പരിപാടികൾ, ആക്ടിങ്, സിനിമ, ഇതൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ 2% ആൾക്കാർ നിങ്ങൾ ഈ സിനിമയിൽ കാണുന്നുണ്ടെങ്കിൽ 98% ആൾക്കാർ എന്ത് ചത്ത് കിടന്നിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ആ ഒരു ഫെയിം കിട്ടണം, എനിക്ക് സിനിമയുടെ ഭാഗമാകണം, ഈ ചിന്തയോടുകൂടി നമ്മുടെ കൊച്ചിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്, കഷ്ടപ്പെട്ട് കണ്ണീരൊലിച്ച് നടക്കുന്നുണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു മിന്നു കുര്യനോ അല്ലെങ്കിൽ മിന്നു മുനീറോ സോണിയ മൽഹാറോ അല്ലെങ്കിൽ രേവതി സമ്പത്തോ ഇവരാരും തകർക്കുന്ന ഒരു ചെറിയ സംഭവമല്ല സിനിമ. അമ്മ എന്ന സംഘടന പിരിച്ചു വിട്ടതുകൊണ്ട് മലയാള സിനിമ അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ ഈ സിനിമയിലെ കുറച്ച് ആൾക്കാരെ പേര് വെച്ചിട്ട്, അതല്ലെങ്കിൽ നമ്മൾ കേൾവി പോലില്ലാത്ത 2-3 ആളുകൾ വന്നിട്ട് ഇത്രയും ആരോപണങ്ങളും കാര്യങ്ങളും പറയുന്നതോടുകൂടി ഇല്ലാണ്ടാവുന്നതാണോ സിനിമ? നമ്മൾ കണ്ട സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിലൊക്കെ ഉള്ള ഈ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് ആക്ടേഴ്സിനെ കൊണ്ട് ഒതുങ്ങിത്തീരുന്ന ഒരു സംഭവമല്ല. മമ്മൂട്ടി, മോഹൻലാൽ അടങ്ങുന്ന 100 കണക്കിൽ ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ. നമ്മൾ കാണാത്ത ഇതിൻ്റെ പിന്നിൽ സ്വന്തം ശരീരം ആരുടെ മുമ്പിലും കാഴ്ചവെക്കാൻ താല്പര്യമുള്ള ആണും പെണ്ണോട്ടോ ഞാൻ പറയുന്നത്, ഞാനൊരു പെണ്ണിൻ്റെ മാത്രമല്ല പറയുന്നത്. ഞാൻ എന്തും ചെയ്തതിന് റെഡിയാണ്. ഓരോ ഡയറക്ടേഴ്സിൻ്റെയും ഓരോ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഓരോ എഡിറ്റേഴ്സിൻ്റെയും വാതിലിൽ പോയി മുട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ റെഡി ആയിട്ട് വരാം. എനിക്കൊരു ചാൻസ്, എനിക്ക് എൻ്റെ മുഖം ഒന്ന് കാണിച്ചാൽ മതിയെന്നും പറഞ്ഞ് നടക്കുന്ന ലക്ഷക്കണക്കിൽ ആൾക്കാരുള്ളതെന്ന് 1-2 കേട്ടുകേൾവി പോലത്തെ ആൾക്കാർ വന്നിട്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നതല്ല ഈ പറഞ്ഞ മലയാള സിനിമ. ഞാൻ ഈ പറഞ്ഞ വേട്ടക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതോ അല്ലെങ്കിൽ ഇരകളെ താത്തിക്കെട്ടാൻ വേണ്ടി വന്ന ഒന്നും ഒരാളും അല്ല കേട്ടോ. പക്ഷേ നമ്മൾ അടിസ്ഥാനം മനസ്സിലാക്കണം. നമ്മൾ കേട്ട കാലം മുതൽ, സിനിമ ഉണ്ടായ കാലം മുതൽ, സിനിമ എന്താണെന്ന് ജനങ്ങൾ, പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയ കാലം മുതൽ നമുക്കറിയാം സിനിമയിലൊരു ചാൻസ് കിട്ടാൻ, ഒരു മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും 99.9%. 0.1% ആയിരിക്കും നമ്മളിപ്പോൾ ഇന്ന് കണ്ട ഇതുപോലെ ആരോപണങ്ങളായിട്ട് മുമ്പോട്ട് വരുന്നത്. ഈ പറഞ്ഞ ആൾക്കാർക്ക് സിനിമയിൽ അവസരം കിട്ടി, അതെങ്ങനെയോ കിട്ടി നമുക്കറിയില്ല, പോട്ടെ, അത് നമ്മൾ സംസാരിക്കുക വേണ്ട. പക്ഷേ നമ്മുടെ ഈ മലയാള സിനിമ ഉണ്ടല്ലോ, മലയാള സിനിമ എന്നുള്ളത് നിങ്ങൾ വിട്, ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ലോക സിനിമ എന്ന് പറഞ്ഞാൽ അതാണ് സിനിമാ ലോകം. നിങ്ങളെല്ലാവരും കൂടെ കയറി സിനിമാ ലോകത്തിന് അങ്ങോട്ട് ശുദ്ധികലശം നടത്തി കഴിഞ്ഞാലൊന്നും ഈ ചാണം തെളിച്ച് നന്നാക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല സിനിമ. ആ അവസ്ഥയിലോട്ട് ലോക സിനിമ പോലും എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് അത് എത്താൻ പോകുന്നില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെ ഇപ്പോഴത്തെ WCC ആണെങ്കിലും നമ്മുടെ കുറേ പുതിയ താരങ്ങൾ, നടന്മാർ വന്നിട്ട് ശക്തമായിട്ടുള്ള അവരുടെ ഇത് പറഞ്ഞു കഴിഞ്ഞു, അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും സിനിമയിലോട്ട് വന്നത്. ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് സിനിമയിൽ വന്ന ആൾക്കാരുണ്ട്. അവരങ്ങ് മാറ്റി നിർത്തിയേക്കുങ്ങൾ, അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല. കഷ്ടപ്പെട്ട് സിനിമയിലോട്ട് വന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ നടിമാരെടുത്തോ നടന്മാരെടുത്തോ, ഒരു പെണ്ണായാൽ അവരേതൊക്കെ രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 4 ആൾക്കാരുടെ മുമ്പിൽ അവർക്ക് പ്രസൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിലാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ആണുങ്ങളാണെങ്കിൽ നമുക്കറിയില്ല, നമ്മുടെ നാട് ഇപ്പോഴത്തെ നാടാണ്, പ്രകൃതി വിരുദ്ധതയും
പല കാര്യങ്ങൾ നടക്കുന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ ശരീരം വേണമെങ്കിൽ എടുത്തോ, എത്ര രാത്രി വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് വേറെ ആൾ എൻ്റെ കൂടെ ഉള്ളവരെ വേണോ, ഞാൻ സെറ്റാക്കി തരാം, ഈ രീതിയിൽ വന്നിട്ട് സംസാരിച്ച് ഒരു ചാൻസിന് വേണ്ടി നടക്കുന്നവരായിരിക്കും നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. എന്നിട്ടോ അതിൽ നിന്ന് കിട്ടുന്നത് 1-2 ആൾക്കാർക്കായിരിക്കും. എന്നിട്ട് അതിൽ വിജയിക്കുന്നത് ഒരാളായിട്ടായിരിക്കും. ഇതല്ല, നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും വിമർശിച്ചു ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്നോട് പറയണം ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. അത് നെഞ്ചത്ത് വെച്ച്, നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ നെഞ്ചത്ത് വെച്ചിട്ട് നിങ്ങൾ പറയണം ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണ്, അതല്ല നമ്മുടെ സിനിമയിൽ നടക്കുന്നത് എന്നുള്ളത്. അതല്ല, അതാണ് നമ്മുടെ സിനിമയിൽ നടക്കുന്നത്. അത് മുതലെടുക്കുന്ന കുറേ പേരുണ്ട്. അത് മുതലെടുത്തിട്ടും ഈ പറഞ്ഞ പാവപ്പെട്ട ഈ കണ്ണീരൊലിച്ച് വരുന്ന ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ പറ്റാണ്ട് അവരെ തഴയപ്പെടുന്ന ഒരുപാട് ആൾക്കാരതുണ്ട്. അതുമാണ് നമ്മുടെ സിനിമ. നമ്മളിങ്ങനെ കൊച്ചിയിലോട്ടങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, രാത്രിയൊക്കെ തെരുവിൽ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നമുക്കറിയാം രാത്രി തെരുവിൽ ഒരു രാത്രിക്ക് 500-1000 ഒക്കെ ആണെങ്കിൽ കൂടെ വരാമെന്നും പറഞ്ഞ് നടക്കുന്നതിൽ എത്ര പേരുണ്ടാവുന്ന പറയാം. സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിയിൽ വന്ന് താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി താമസിക്കുന്നവർ, ഓരോ ഡയറക്ടേഴ്സിന് മുമ്പിൽ ഞാൻ റെഡിയാണെന്നും പറഞ്ഞ് ചെല്ലുന്നവർ. ഞാൻ പെണ്ണിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ആണിൻ്റെ കാര്യം കൂടെ ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കാലം അതാണ്, ആണും പെണ്ണും ഒരുപോലെ ശരീരം കാണിച്ചിട്ട് ഓരോ ചാൻസിന് വേണ്ടി നടക്കുന്ന കാലം അത്. പണ്ടത്തെ പോലെയല്ല. അപ്പോൾ നമ്മൾ ഈ 1-2-3 പേര്, കേട്ടുകേൾവി പോലും ഇല്ലാത്ത 1-2-3 പേര് പറഞ്ഞിട്ട് അങ്ങ് ഒടുങ്ങുന്നൊരു സംഭവമല്ല മലയാളം സിനിമ. പിന്നെ നമ്മളിപ്പോൾ കേട്ട കുറേ വേട്ടക്കാരുണ്ട്, നമുക്കറിയാം ഒരുപാട് വേട്ടക്കാരെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ചൊല്ലതായതുകൊണ്ടാണ്. അവരെതിരെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവരൊക്കെ ഫിലിമിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നു. പറഞ്ഞ ആൾക്കാരൊക്കെ കംപ്ലീറ്റ്ലി ഫിലിമിൽ നിന്ന് അയ്യോ എല്ലാം തീർന്നല്ലോ എന്നും പറഞ്ഞ് അവരെ നമുക്ക് ഒതുക്കാൻ, അല്ലെങ്കിൽ അവരങ്ങ് ഒതുങ്ങിപ്പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, നടക്കുന്ന കാര്യമല്ല അതൊന്നും. കേസ് വരും, കുറേ കാര്യങ്ങൾ പുറത്തോട്ട് വരും. അത് പുറത്ത് വന്ന കാര്യങ്ങൾ തന്നെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് പോലും പടച്ച തമ്പുരാനെ അറിയുള്ളൂ. ഈ പറഞ്ഞ ആരോപിക്കപ്പെട്ട ആൾക്കാർ ഒരാളുടെ കയ്യിലും ഒരു തെളിവ്, ഒരു കുന്തം പോലും കയ്യിലില്ല. 10-15 കൊല്ലം മുമ്പ് നടന്നെന്നും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് അവർ വരുന്നത്. മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായിട്ട് ഈ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ, ഇന്നലെ വരെ മെനഞ്ഞാന്ന് വരെ മലയാള സിനിമയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവരാരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടൊന്നുമില്ല. അവരെല്ലാവരും ചെയ്യുന്നത് അവർക്കൊരു ഫെയിം കിട്ടാൻ, ഒരു മുഖം പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങ് അടച്ചാക്ഷേപിക്കാൻ പറ്റുമൊന്നുമില്ല. സംഘടനക്ക് എന്തോ ആയിക്കോട്ടെ, അമ്മ സംഘടന പോട്ടെ, പുതിയ ആളുകൾ വരട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ, പലരും പറഞ്ഞ പോലെ പൃഥ്വിരാജും ടൊവിനോയും ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും പിന്നെ ആരാണ് ഫഹദ് ഫാസിലും ഒക്കെ വരട്ടെ. അവർ വന്നതുകൊണ്ട് മലയാള സിനിമ അങ്ങോട്ട് പുഷ്പിച്ച് അതല്ലെങ്കിൽ അടിമുടി മാറി ഒരു ശുദ്ധികലശം നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ ഓരോ നടന്മാരും നെഞ്ചത്ത് കൈ വെച്ചിട്ട് 100% ഞങ്ങൾ പ്യുവറാന്ന് പറയാൻ ഒരൊറ്റൊന്നിനും സമ്മതിക്കില്ല, ഒരൊറ്റൊന്നിനും കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പണ്ടൊരു നാൾ പല രീതിയിലും പച്ചക്ക് പറയാലോ നമുക്കറിയില്ല ഇവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത്. ഈ വായിൽ വെള്ളിക്കരണ്ടിയും വെച്ച് ജനിച്ച് സിനിമാ നടന്മാരായ കാര്യങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതല്ലാതെ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മെനഞ്ഞാന്നത്തെ ഈ ജയസൂര്യനെ കുറിച്ചുള്ളൊരിത് വന്ന് ആ ഒരു നിമിഷം ആ പെണ്ണ് ഈ ക്ലൂ തരുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ആ ക്ലൂ വെച്ചിട്ട് നമ്മൾ മറ്റേ ഈ ട്രഷർ ഹണ്ടിങ് നടത്തി ജയസൂര്യൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ തൊട്ട മുമ്പ് വരെ ഞാൻ പറഞ്ഞത് ഫിലിം ഫീൽഡിലല്ല, ഈ കാര്യങ്ങൾ അറിയാത്ത 3.5 കോടി മലയാളികളിൽ 3.5 കോടിയിൽ 99.99% ആൾക്കാർക്കും ജയസൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മ മരം തന്നെയായിരുന്നു അല്ലേ? ഈ പെണ്ണ് ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ വരുന്നത്. ഇത് തന്നെ ആയിരിക്കും നമ്മളിപ്പം മറ്റേ ദിവ്യപുരുഷന്മാരായിട്ട് കാണുന്ന പഴയ നടന്മാരും പുതുമുഖ നടന്മാരും എല്ലാം, അവരുടെ ഒക്കെ ഉള്ളിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. ഉള്ളത് സത്യം പറയാലോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴത്ത് ഒന്ന് കമൻ്റ് ഉണ്ടാവും അതല്ല എന്നുള്ളത്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും, നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് നിങ്ങൾ പറ അതല്ലേ എന്നുള്ളത്. അതാണ് നമ്മുടെ നാട്. നമ്മുടെ കേരളത്തിലെ നുങ്കമ്പക്കം അല്ലെങ്കിൽ കോടമ്പക്കമാണ് കൊച്ചി. നമുക്ക് എല്ലാവർക്കും വരാം. ഈ പറഞ്ഞ കൊച്ചിയിൽ ഒരുപാട് പേര് കണ്ണീര് കുടിച്ച് ഒരു ചാൻസിന് വേണ്ടിയിട്ട്
എന്തും ചെയ്യാൻ റെഡി ആയിട്ട് നടക്കുന്നുണ്ട്. അതിലെത്ര പേര് ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്? ഇല്ല. ഇവരാരെങ്കിലും വന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഒരു സമയത്ത് ട്രൈ ചെയ്ത് പലതും ചെയ്ത് എന്തൊക്കെയോ ഇവിടൊക്കെയോ 4 മുഖം കാണിച്ച് അതുപോലും എങ്ങനെയെന്ന് അറിയാത്ത ആൾക്കാർ ഇനി അങ്ങോട്ട് ഞങ്ങൾക്കൊരു ഡെവലപ്മെൻ്റ് ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ട് ഒരു ചാൻസ് ആക്കി എടുത്ത് ഹേമ കമ്മിറ്റി എന്നുള്ള ഈ ഒരു ചാൻസ് ആക്കി എടുത്ത് വന്ന് ആരോപണങ്ങൾ പറയുന്നത് മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല മലയാള സിനിമ. നശിച്ച സ്ഥലം തന്നെ എല്ലാ സിനിമാ ഫീൽഡും. മലയാളം എന്നല്ല, തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഹോളിവുഡും എല്ലാ സിനിമാ രംഗങ്ങളും. സിനിമയുടെ ഉള്ള് എന്ന് പറഞ്ഞാൽ അതൊരു സിനിമ തന്നെയാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള സിനിമകളുണ്ടല്ലോ, അത് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ സിനിമയുടെ അകത്തുള്ളത്. അതിലൊന്നും ഒരു മാറ്റങ്ങളും ഈ പറഞ്ഞ ഒരു ദിവ്യ നടന്മാർക്കും നടിമാർക്കും ഫെമിനിസ്റ്റുകൾക്കും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ പറഞ്ഞ നടിമാർ പോലും, ഞാൻ ചിന്തിച്ചു നോക്കുക, ഈ പറഞ്ഞ നടിമാർ പോലും ഈ ഒരു സംസാരിക്കാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒന്നുമല്ലാത്തടത്ത് നിന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സഹിച്ചിട്ടും കൊടുത്തിട്ടും കാണിച്ചിട്ടുമായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക അവർ. അന്ന് ആർക്കും മുറയിലും കാര്യങ്ങളൊന്നുമില്ല. അന്ന് എങ്ങനെയെങ്കിലും എനിക്ക് മുഖം കാണിക്കണം, ഇവിടെ എത്തണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ പലതും തോന്നും. അതാണ് നമ്മുടെ ഫെമിനിസ്റ്റ് ചിന്താഗതിയിലൂടെ കടന്നു പോകുന്ന നടിമാരോടും നടന്മാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്.